ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ മത്സരം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. രാഘവേട്ടനും പിള്ളച്ചേട്ടനെ നിർബന്ധിച്ച് അങ്ങോട്ട് വിളിപ്പിക്കും. അങ്ങനെ നൂർജഹാനെ വിളിച്ച് കാര്യം തിരക്കുമ്പോ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാ അതിലെ ശാരദാമ്മയും സത്യാമ്മയാണ് ജയിച്ചിരിക്കുന്നത്. ഇപ്പം സെക്കൻഡ് റൗണ്ടിലേക്ക് ചെന്നിരിക്കണേ. ഇതിലെ ട്രഡീഷണൽ കേരള ഫുഡാണ് ഉണ്ടാക്കേണ്ടത്. രാഘവേട്ടന്റെ മുഖത്തൊരു ചെറിയ വിഷമം. നൂറ് പറയും ഒരല്പം കഴിഞ്ഞ് വിജയ് ആരാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അത് വേണ്ട മോളെ, ഇതിന്റെ വിജയ് ആരാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കട്ട് ചെയ്തോ പിള്ളേ. പിള്ളച്ചേട്ടൻ പറയും മത്സരം കഴിഞ്ഞിട്ടില്ല, അതിന്റെ മുമ്പേ വിധി പറഞ്ഞോ. രാഘവേട്ടൻ പറയും ഈ കേരളക്കരയിലെ ശാരദാമ്മയെ തോൽപ്പിക്കാൻ, അതും കേരള ഫുഡിലെ വേറെ ആളില്ല. ചമ്മന്തിക്ക് വരെ എന്താ ടേസ്റ്റ് എന്നറിയോ? ഞാൻ കഴിച്ചിട്ടുള്ളതുകൊണ്ട് പറയാ. ആ ഹോട്ടൽ ഇപ്പോഴും പോകുന്നതേ അവിടുത്തെ ഫുഡിന്റെ മേന്മ കൊണ്ടാ. പാചകം അവർക്കൊരു ജോലിയല്ല, അതിനോട് അടങ്ങാതെയുള്ള ഒരു ഇഷ്ടമാണ്. ആ കറിയിലിടുന്ന ഉപ്പിനും കറിവേപ്പിലേക്കും എല്ലാത്തിനും ഒരളവുണ്ട്. അതിന്റെ ഓരോ ചതവിനും അതിന്റേതായ രുചിയുണ്ട്. അങ്ങനെ വാത്തോരാതെ സംസാരിക്കുക രാഘവൻ നായര്. പിള്ളച്ചേട്ടൻ പറയും ഭഗവാനെ കൈവിടല്ലേ, സത്യമേ ജയിപ്പിക്കണേ, എന്ത് വഴിപാട് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥനയോടെ നിൽക്കുക. ഇതേസമയം ശാലിനി അവിടുന്ന് പോയിട്ടുണ്ട്. കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ. ഇവിടെ ശ്യാമയാണെങ്കിൽ ശാരദാമ്മയുടെ അടുത്തേക്ക് ആ ബോട്ടിലും കൊണ്ട് വന്നിരിക്കുക. അമ്മ ഉണ്ടാക്കുന്ന കറിക്കും സത്യമ്മ ഉണ്ടാക്കുന്ന കറിക്കും ഒരേ രുചിയായിരിക്കല്ലേ? അതെങ്ങനെയാ മോളെ, രണ്ടും രണ്ടാളല്ലേ ഉണ്ടാക്കുന്നത്? അല്ല, അമ്മയിൽ നിന്നും പഠിച്ചോണ്ട് പോയ വിദ്യയല്ലേ ശാന്തേച്ചി അവിടെ കൈകാര്യം ചെയ്യുന്നത്? ആള് രണ്ടാണെങ്കിലും കളരി ഒന്നാണല്ലോ. അപ്പൊ ശാരദാമ്മ ശാന്തേച്ചി എങ്ങനെ നോക്കും? അതൊക്കെ പോട്ടെ, നീ ഒരു കാര്യം ചെയ്യും, ആ ഇഞ്ചിയും കുരുമുളകും ചതച്ചെടുത്തേ വേഗം. അല്ലമ്മേ, ഈ മല്ലിയിലേക്ക് അമ്മയുടെ കറിയിൽ റോളില്ലേ? നീ രണ്ടെണ്ണം ഇട്ടോ. അല്ല, ശാന്തേച്ചിയും അമ്മയും തമ്മിലുള്ള വഴക്ക് തീർന്നില്ലേ? ശാന്തേച്ചി ഇങ്ങോട്ട് നോക്കുന്ന പോലുമില്ലല്ലോ. സത്യാമ്മയ്ക്ക് ഒന്നാം സ്ഥാനം വാങ്ങിക്കൊടുക്കാനുള്ള വാശിയില്ല. ശ്യാമ പറയും ഗുരുവാണോ ശിഷ്യാണോ ജയിക്കുന്നതെന്ന് എന്നറിയാം. ഈ സമയം ശാന്തേച്ചിയും ഭാമയും കൂടെ അവിടെ കപ്പ ഉണ്ടാക്കുന്നതും അതിലേക്കുള്ള ചമ്മന്തി എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്മെല്ലടിക്കുമ്പോ ജഗദീപ് സുസ്മിതയുടെ അടുത്ത് ചെന്നിട്ട് എന്താ സ്മെല്ല്? ആ കപ്പയിൽ കൂട്ടിയ മുളക് ചമ്മന്തി കഴിക്കണം. ഹോ, നീ കഴിച്ചിട്ടുണ്ടോ? എവിടെ, പാചകം ചെയ്ത് ശീലമില്ലാത്ത നിനക്ക് ഈ പരിപാടി വല്ലതും അറിയോ? ബോസിനും സുസ്മിതയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. ചിറ്റപ്പാ, എനിക്കിതൊന്നും കേട്ടു നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത് നിനക്ക് ചെയ്ത് ശീലമില്ലാണ്ട് സുസു, ഞാൻ പഠിപ്പിച്ചു തരാം. അതില് സുസ്മിതയ്ക്ക് എങ്ങനെ ദേഷ്യം വരും. ഞാൻ പോവാ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോ ബോസ് പിടിച്ചു വെക്കണേ. സുസ്മിത പറയും ആ ശ്യാമ ചതിച്ചോണ്ടാ ഈ തള്ളമാരിപ്പോ ഷൈൻ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ സമയം കുറുപ്പ് സാറേ ശാരദാമ്മയോട് വന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും. ഇതില് ശാരദാമ്മയ്ക്ക് തന്നെയാ വിജയം, അത് ഉറപ്പാ. ശാരദാമ്മയുടെ കൈപുണ്യത്തിന്റെ മികവ് വേറെ ഒന്നിലും കാണില്ല. അത് ശാരദാമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാ. അങ്ങനെ ശാരദാമ്മയും സന്തോഷിച്ച് നിൽക്കണേ. അവിടെ പ്രോഗ്രാം കഴിയാനുള്ള സമയം അനൗൺസ് ചെയ്തു. ഇനി 2 മിനിറ്റ് കൂടി മാത്രം. അങ്ങനെ 2 കൂട്ടരും അതെല്ലാം നന്നായിട്ട് സെർവ് ചെയ്ത് വെക്കണേ. അപ്പോഴേക്കും വിസിലടിക്കും. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഫലപ്രഖ്യാപനമാണ്. അതിനെ മുഖ്യ അതിഥിയായി വന്നിരിക്കുന്ന രേഖാ മേഡത്തെ ക്ഷണിക്കുന്നു. ഈ സമയം സുസ്മിതയൊക്കെ ടെൻഷനോട് കൂടി അവിടെ നിൽക്കുന്നത്. അങ്ങനെ രേഖാ മേഡം ഭാമയുടെ അടുത്തേക്ക് ആദ്യം വന്ന് ചോദിക്കും എന്തുകൊണ്ടാ ഇങ്ങനൊരു ഫുഡ് തെരഞ്ഞെടുക്കാൻ കാരണം? ഭാമ പറയും എന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളത്. ചുട്ടെടുത്ത മുളക് കൊണ്ട് അരച്ച ചമ്മന്തിയും കപ്പയും. ഒന്നും ഇല്ലാതിരുന്ന ആദ്യ നാളിലെ ഞങ്ങൾക്ക് ഈ ഭക്ഷണം അമൃതത്തിന് തുല്യമായിരുന്നു. ഞങ്ങളുടെ ഇഷ്ട ഭക്ഷണത്തിനുപരി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. ഞങ്ങൾ എന്നും കഴിക്കുന്നൊരു ഭക്ഷണമാണെങ്കിലും അന്നത്തെ സാഹചര്യം കൊണ്ട് ഓരോ ദിവസവും ഇതിന് ടേസ്റ്റ് കൂടി വന്നു. തീർച്ചയായും ആസ്വാദ് മറ്റുള്ളവരിലേക്കും എത്തുന്ന എന്റെ വിശ്വാസം. അതുകൊണ്ടാ ഇത് തന്നെ തെരഞ്ഞെടുത്തത്. അങ്ങനെ രേഖാ മേഡം അത് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. സ്പൂണ് കൊടുക്കുമ്പോ മേഡം അത് മാറ്റി വെച്ചിട്ട് പറയും ദാ ഇതിങ്ങനെയാ കഴിക്കണ്ടേ എന്ന് പറഞ്ഞ് കൈകൊണ്ടെടുത്ത് അത് ടേസ്റ്റ് ചെയ്യാണ്. അങ്ങനെ രേഖാ മേഡത്തിന് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. സുസ്മിത പറയും ചിറ്റപ്പാ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? കപ്പയും ചമ്മന്തിയും കൂട്ടിയാണ് സത്യാമ്മ ജീവിച്ചതെന്ന് അവരെ കുറിച്ച് അറിയാത്തവർ വിശ്വസിക്കായിരിക്കും. പക്ഷേ ഈ സുസ്മിത വിശ്വസിക്കില്ല. അങ്ങനെ രേഖാ മേഡം കഴിച്ച് മാർക്കും പറയും. ജഗദീപ് പറയും കഴിച്ചാലും ഇല്ലെങ്കിലും സംഗതി ഏറ്റുന്നാ തോന്നുന്നത്. ആ രേഖാ മേഡത്തിന്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടാ? ഭാരതപ്പുഴ കവിഞ്ഞു ഒഴുകുന്നത് പോലെയാ അവരുടെ 2 കണ്ണിന്നും വെള്ളം ഒഴുകുന്നത്. നല്ല എരിവാന്ന് തോന്നുന്നു. ചിറ്റപ്പാ, എന്നെ കൊണ്ട് ഇത് കണ്ടു നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞ് സുസ്മിത അവിടുന്ന് പോവും. മോളെ എന്ന് വിളിച്ച് ബോസും പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ രേഖാ മേഡം ശാരദാമ്മയുടെ അടുത്ത് വരണേ. എന്താ ഇഡ്ലിയും സാമ്പാറും തിരഞ്ഞെടുക്കാൻ കാരണം? ഒരു കോമ്പറ്റീഷൻ ആവുമ്പോ വെറൈറ്റി ഫുഡിനല്ലേ പ്രാധാന്യം. എന്തുകൊണ്ടാ അങ്ങനെ ചിന്തിക്കാതിരുന്നത്? ശാരദാ പറയും ഞാൻ എന്റെ കുടുംബശ്രീ ഹോട്ടലിലെ ആദ്യമായി ഉണ്ടാക്കി കൊടുത്തത് ഇഡ്ലിയും സാമ്പാറുവാ. പെട്ടെന്ന് നാടൻ ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോ എന്നെ ഞാനാക്കിയ ഈ ഭക്ഷണം മതിയെന്ന് കരുതി. പരാജയമൊക്കെ രണ്ടാമത്തെ ഘടകമല്ലേ? മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, എന്റെ ജീവിതത്തിൽ എനിക്ക് നേട്ടം ഉണ്ടാക്കി തന്ന ഭക്ഷണം. അങ്ങനെ നോക്കുമ്പോ ഞാൻ ഇതിന് കൊടുക്കുന്നത് 1ാം സ്ഥാനം തന്നെയാ. അങ്ങനെ അത് രേഖാ മേഡം കഴിക്കും. രേഖാ മേഡത്തിന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വീണ്ടും കഴിച്ചു നോക്കിയിട്ട് മുഖത്തൊരു സന്തോഷമില്ല. ശാരദാമ്മയെ നോക്കുമ്പോ ശാരദാമ്മ തല താഴ്ത്തുന്നുണ്ട്. അങ്ങനെ രേഖാ മേഡം മാർക്ക് പറയണേ. എന്നിട്ട് ശാരദാമ്മയെ നോക്കിക്കൊണ്ട് അവിടുന്ന് പോകും രേഖാ മേഡം. അങ്ങനെ അനൗൺസ് ചെയ്യണേ വിജയിയെ. ഈ സമയം മേഡത്തിന്റെ, അതായത് രേഖാ മേഡത്തിന്റെ മുഖത്ത് ഭയങ്കര കൺഫ്യൂഷൻ ആണുള്ളത്. അങ്ങനെ ശ്രേയ പറയും ആരായിരിക്കും വിജയി? 10 ലക്ഷം രൂപ സ്വന്തമാക്കുന്നത് ആരാണ്?
കുടുംബശ്രീ ശാരദയോ അതോ സത്യഭാമയോ? ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അവരവർ തെരഞ്ഞെടുത്ത ഭക്ഷണം അവരവരുടെ ജീവിതവുമായി നല്ല ബന്ധമുണ്ട്. ഇങ്ങനെയാണെങ്കിലും കിട്ടിയ മാർക്കിനനുസരിച്ചാണ് വിജയെ രേഖ മേഡം കണ്ടെത്താൻ പോകുന്നത്. രേഖ മേഡം ശാരദാമയെ നോക്കുമ്പോൾ ശാരദാമ ചെറുതായി പുഞ്ചിരിക്കും. അതിൽ നിന്നും രേഖ മേഡത്തിന് പലതും മനസ്സിലാകുന്നുണ്ട്. ശേഷം ശ്രേയ സാബു സാറിനെ 2 വാക്ക് സംസാരിക്കാനായി വീണ്ടും വിളിക്കും. രണ്ടുപേരുടെ മത്സരത്തെക്കുറിച്ചും വാതോരാതെ പറയും. ഈ വിജയെ കണ്ടെത്താനുള്ള ആകാംക്ഷയിലാണ് നമ്മുടെ ഈ ഗ്രൂപ്പും. ശേഷം നന്ദിയും പറയുന്നുണ്ട്. പിന്നീട് വിജയെ പറയാനായി രേഖാമേഡത്തെ തന്നെ വിളിക്കും. 2 ടീമും കടുത്ത മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇരുവരിൽ നിന്നും വിജയ് കണ്ടെത്താൻ പ്രയാസമാണെങ്കിൽ കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാനിത് പ്രഖ്യാപിക്കുക. കുടുംബശ്രീ ശാരദയ്ക്ക് കിട്ടിയിരിക്കുന്നത് 6 പോയിന്റ്സ് ആണ്. സത്യാമ്മയ്ക്ക് ആകെ ഒരു വല്ലാത്തൊരു വീർപ്പുമുട്ടൽ പോലെ നിൽക്കുക. എല്ലാവരും ക്ലാപ്പ് ചെയ്യും. എന്നാൽ സത്യഭാമ 2 പോയിന്റ് കൂടെ കൂടുതൽ വാങ്ങി ഈ മത്സരം വിജയിച്ചിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഭാമയ്ക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല. ശാരദാമയും കൈയൊട്ടുന്നുണ്ട് സന്തോഷത്തിൽ തന്നെ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഭാമ ശാരദാമയെ ഇങ്ങനെ നോക്കും. ഈ സമയം ശാരദാമ ചില കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അതായത് ശാലിനി അന്ന് മത്സരത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിച്ച ഭാഗം മാത്രമേ കണ്ടുള്ളൂ. അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അമ്മ പങ്കെടുത്ത വേറെ ആരും വിജയിക്കാൻ പോകുന്നില്ല. അത് അമ്മയ്ക്കും അറിയാം, അമ്മ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മത്സരത്തിൽ സത്യാമ്മയെ ജയിപ്പിക്കേണ്ടത് എന്റെ ആവശ്യം. ശാരദാമ്മയ്ക്ക് നീ എന്തൊക്കെയാ പറയുന്നേ? മത്സരത്തിൽ ഇല്ലെന്ന് പറഞ്ഞ എന്നോട് മത്സരിക്കണം എന്ന് പറയുന്നു. ഞാൻ പങ്കെടുത്ത ഞാനേ ജയിക്കുന്നതെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്നിട്ട് നീ പറയുന്നു സത്യാമ്മയെ ജയിപ്പിക്കണമെന്ന്. എടി, സത്യാമ്മ ജയിക്കാൻ വേണ്ടിയാ ഞാൻ പങ്കെടുക്കാതിരിക്കുന്നത്. അമ്മ പങ്കെടുക്കാതിരുന്നാലും സത്യാമ്മ പരാജയപ്പെടും. ഞാൻ പിന്നെ എന്ത് വേണമെന്നാ മോള് പറയുന്നത്? അതിനൊക്കെ ശാന്തേച്ചി ഇല്ല അവിടെ. അപ്പോ ശാലിനി പറയും ശാന്തേച്ചിക്ക് ഫൈനൽ റൗണ്ടിൽ എത്തിക്കാനേ കഴിയുള്ളൂ. അവിടെ മറ്റു ശത്രുക്കളെ അകറ്റി നിർത്തി അമ്മയും സത്യാമ്മയും മാത്രമായിരിക്കണം ഫൈനൽ സ്റ്റേജിൽ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് സത്യാമ്മയെ വിജയിപ്പിക്കാൻ കഴിയും. ഞാനില്ലേ കൂടെ. തന്ത്രപരമായിട്ട് നമുക്ക് സത്യാമ്മയെ വിജയിപ്പിക്കാം അമ്മേ. അങ്ങനെ ശാലിനി പറഞ്ഞ പ്രകാരമാണ് മറ്റുള്ളവരെയും മാറ്റിയിട്ട് ഫസ്റ്റ് റൗണ്ടിലെ ശാരദാമ്മ നല്ലൊരു ഫുഡ് തന്നെ ഉണ്ടാക്കി കൂടുതൽ മാർക്ക് വാങ്ങിച്ചത്. 2ാം റൗണ്ടിൽ എത്തിയപ്പോ എന്തോ ഒരു സാധനം കൂടുതലോ കുറവോ ഇട്ടിട്ടുണ്ടാവണം. അതാണ് സത്യാമ്മ ജയിച്ചത്. അങ്ങനെ ശാരദാമ്മ പറയും നിന്റെ ഈ നല്ല മനസ്സ് അവർ കാണുന്നില്ലല്ലോ മോളെ. ഇതെന്റെ കടമയാണ്. ഇതില് എനിക്ക് കിട്ടുന്ന പ്രതിഫലം അച്ഛന്റെ ആ സന്തോഷ. അത് മതി എനിക്ക്, അത് മാത്രം. അങ്ങനെ അന്നത്തെ ആ ദിവസം ശാരദാമ്മ ഇപ്പൊ ആലോചിക്കുക. ശേഷം സമ്മാനത്തിന് സ്വീകരിക്കാൻ ഭാമയെയും അത് കൊടുക്കാൻ സാബു സാറേയും വിളിക്കുക. അങ്ങനെ ഭാമ സന്തോഷത്തോടു കൂടെ ട്രോഫി വാങ്ങിക്കാൻ പോകുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ നെക്സ്റ്റ് ഭാഗത്തില് ഭാമ ട്രോഫി വാങ്ങിച്ച് നിൽക്കുന്നൊക്കെയാണ്. അപ്പൊ ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിലെങ്കിലും ഭാമ ശാരദാമ്മ തനിക്ക് വിജയം കൈവിട്ട് തന്നതാണെന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. സുസ്മിത ചെയ്യാൻ പറഞ്ഞതൊന്നും ശ്യാമ എന്തായാലും ചെയ്തിട്ടില്ല. പപ്പിമോളെ എന്തായാലും സുസ്മിതയും ബോസും രോഹിത്തും തന്നെ ഒന്നും ചെയ്യില്ല. കാരണം അവള് ശാലിനിയുടെയും വിഷ്ണുവിന്റെയും മകളാണല്ലോ. പപ്പിയെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് അവര് വെറുതെ ഇരിക്കില്ലെന്ന് ശ്യാമയ്ക്ക് തന്നെ അറിയാം. അതുകൊണ്ടായിരിക്കാം ശ്യാമ അതിലൊന്നും ചെയ്യാതിരുന്നത്. എന്തായാലും ശാരദാമ്മയ്ക്ക് സത്യാമ്മ വിജയിച്ചതില് സന്തോഷം മാത്രമേ ഉള്ളൂ. ഭാമ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ആ ട്രോഫിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നിൽക്കുന്നതൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്